അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് കലത്തപ്പം 100% പെർഫെക്റ്റോടെ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ 1.5 കപ്പ് പച്ചരി എടുക്കാം. 250 ml കപ്പിലാണ് കേട്ടോ ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 4-5 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3.5 ആണ് ശർക്കരയാണ്. 250 ഗ്രാം മതിയാവും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് അതുപോലെ ഈ രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുക്കണേ. ഇനി നമുക്ക് വേണ്ടത് 4 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ക്രഷ് ചെയ്തതാണ് കേട്ടോ. ബദാമും അണ്ടിപ്പരിപ്പും ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് കളർ മാറുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചധികം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുക്കായി പോകും. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ദോശമാവിനേക്കാളും കൂടുതൽ ലൂസായിട്ടിരിക്കണം. ഇനി നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഒരു കുക്കർ നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ അടുപ്പത്ത് വെക്കണേ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ചൂടാവണം. കുക്കർ നല്ലോണം ചൂടാവണം. അതിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ആവണേ. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും മറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇത് അടച്ച് വെക്കണം. കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് വേണം ഇത് അടച്ച് വെക്കാൻ. നമുക്ക് 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് നല്ലോണം ആവി വരും പുറത്തേക്ക്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞിട്ട് പോകും. 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണ്.
നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് അത് അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്തതാണിത്. തണുത്തതിന് ശേഷം, നല്ലോണം തണുത്തതിന് ശേഷം എടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കലത്തപ്പം കുക്കറിൽ നിന്നും എടുക്കുമ്പോഴേക്കും പൊട്ടിപ്പോവും. ഇതിപ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റായിട്ടുള്ള കലത്തപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും ഇതെല്ലാം ഇതിൻ്റെ നെറുകയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ശർക്കരപ്പാനി തയ്യാറാക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കരയിട്ട് തിളപ്പിക്കുകയാണ് വേണ്ടത്. അത് ഈ വീഡിയോ മിസ്സായി പോയതാണ്. ഇത് നോക്കൂ, എന്തുമാത്രം നന്നായിട്ടുണ്ട് നമ്മുടെ കലത്തപ്പം. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. നല്ലോണം ആരെടുത്ത് വന്നിട്ടുണ്ട്. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഫ്ലോപ്പാവില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.